വന്യരായ പ്രഭാഷകന്മാരെ, ബഹുമാനപ്പെട്ട ഓർമ്മമാരെ, വൈദിക ശ്രേഷ്ഠരെ, സമാജന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, സന്യാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, കൃത്യം 110 വർഷങ്ങൾക്ക് മുമ്പ് നമ്മോടൊപ്പവും നമ്മുടെ പൂർവികന്മാരോടൊപ്പവും ആയിരുന്ന പരിശുദ്ധ പരിമളയുടെ സ്വർഗാരോഹണം ചെയ്ത ശേഷമുള്ള മഹോന്നതങ്ങളിൽ യേശുവിനോടൊപ്പം ആയിരിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ സമുചിതമായി ഭക്ത്യാദരവുകളോടെ നാം ആചരിക്കുകയാണ്. നാനാ രാജ്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് അല്പം കൂടുതൽ വിശ്വാസികൾ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ വിശ്വാസികളുടെ ഒരു സംഗമം പല വിധത്തിലും നടന്നു വരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ പരിശുദ്ധ പിതാവിനെ കുറിച്ച് എത്ര അധികം പറഞ്ഞിരുന്നാലും ഒന്നും അധികമാകുകയില്ല. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ വിശ്വാസികൾക്ക് എല്ലാവർക്കും തന്നെ പരിശുദ്ധ പരിമല തിരുമേനിയെ കുറിച്ച് വ്യത്യസ്തമായ അനുഭവങ്ങൾ സാക്ഷിപ്പാനുണ്ടാകും. തീർച്ചയായും അനുഭവങ്ങളില്ലാത്തവർക്ക് ഇവിടെ കടന്നു വരുവാനായിട്ട് പ്രചോദനമുണ്ടാകുകയില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയെ സംബന്ധിച്ച് കേട്ടറിഞ്ഞ് സ്വന്തം ജീവിതത്തിലുള്ള വേദനകളെ പകർന്ന് സ്വർഗ സന്നിധിയിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുമുള്ളവരും ഒരുപക്ഷെ കാണും. എൻ്റെ വീക്ഷണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് പരിശുദ്ധ പരിമല തിരുമേനിയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടാകും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ പരിശുദ്ധ പിതാവ് ബാല്യം മുതൽ ശിശുപ്രായം മുതൽ തന്നെ നിർമ്മല ജീവിതം നയിച്ച് ദൈവാനുരൂപിയായി ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുകയും ഈ ഭൂമിയിൽ നിന്ന് സ്വർഗസന്നിധിയിലേക്ക് യാത്രയാവുകയും ചെയ്തു എന്നുള്ളതാണ്. ആ പരിശുദ്ധ പിതാവിൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് പലപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധ പരിമല തിരുമേനിയാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്തെ പലപ്പോഴുമുള്ള നിർവചനവും കാഴ്ചപ്പാടും. മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയത്തിലെ ഇടവകയിലെ ചാത്തുരുത്തി കുടുംബത്തിൽ പിറന്ന ഒരു പൈതൽ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഞാൻ ഏറെ വായിക്കുകയുണ്ടായി. 10 വയസ്സ് പ്രായമാകുമ്പോഴേക്കും അദ്ദേഹത്തിന് ആരാധനകളിലും അതുപോലെ തന്നെ സുറിയാനി ഭാഷയിലും രാഗങ്ങളിലും ഒക്കെ വലിയ അറിവും വ്യുത്പത്തിയും ഉണ്ടാകാൻ ഇടവന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ മൽപ്പാൻ ഗീവർഗീസ് ആ കാലഘട്ടത്തിലെ ഒരു സംഭവം ആ ചരിത്ര പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഈ സഹോദരപുത്രനെ വൈദിക വഴിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഗീവർഗീസ് മൽപ്പാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനിക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ മാതാവ് നിര്യാണം പ്രാപിച്ചു. അമ്മയുടെ വാത്സല്യം ലഭിപ്പാൻ പരിശുദ്ധ പിതാവിനെ സാധ്യമായിരുന്നില്ല. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ആ പൊന്നുപിതാവിനെ വളർത്തിയെടുത്തത് മൂത്ത സഹോദരിയാണ്, കൊച്ചുമറിയം. അമ്മയും സഹോദരിയും ഒക്കെ കൊച്ചുമറിയം തന്നെയായിരുന്നു. 10 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഗീവർഗീസ് മൽപ്പാനെ ഈ പൈതലിനെ, ഈ ബാലനെ വൈദിക വഴിയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. മുളന്തുരുത്തി പള്ളിയുടെ മേടയിൽ 4 പ്രായമുള്ള വൈദികരെ ഒരുമിച്ച് ചേരുകയാണ്. അത് മറ്റാരുമായിരുന്നില്ല, ശമവോൻ കരോട്ട് വീട്ടിൽ ശമവോൻ കത്തനാര്,
മുറന്തൂക്കിൽ ഭവനത്തിലെ യാക്കോബ് കത്തനാരെ, ചാത്തുരുത്തിയിലെ മൽപ്പാൻ ഗീവർഗീസ് അച്ഛൻ, പുതുപ്പള്ളിയിലെ ഫിലിപ്പോസ് കോർപ്പിസ്കോപ്പ പ്രഗത്ഭരായ വൈദികരാണ്. അന്ന് മലങ്കര സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസിയോസ് തിരുമേനി. ആ തിരുമേനി കരിങ്ങാച്ചിറ പള്ളിയിൽ എഴുന്നള്ളിയിരിപ്പുണ്ട്. ഈ സമയത്ത് 4 പ്രായമുള്ള വൈദിക ശ്രേഷ്ഠർ, അവർ കുടുംബ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ സുറിയാനി സഭയുടെ ആരാധനാ കാര്യങ്ങളിലുള്ള പാണ്ഡിത്യവും തികഞ്ഞവരാണ്. പുതുപ്പള്ളിയിൽ അച്ഛൻ ഇവിടുന്ന് പുതുപ്പള്ളിയിൽ നിന്ന് ഒരു ബോട്ടിൽ അവിടെ എത്തി തിരുമേനി ഒന്ന് കാണാൻ വേണ്ടി ചെന്നതാണ്. ഈ 4 പേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഒരച്ഛൻ പുതുപ്പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു, നമ്മുടെ മൽപ്പാനച്ഛന് ഒരു ആഗ്രഹമുണ്ട്. എന്തോന്നാണ് ആഗ്രഹം? അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ കൊച്ചൈപ്പോരയ്ക്ക് പട്ടം കൊടുക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇതാരാണ് മാത്യൂസ് മാർ അത്താനാസിയോസിനോട് പറയേണ്ടത് എന്ന് അവർക്ക് വലിയ തിട്ടമില്ല. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്ന അത്ര എളുപ്പവുമായിരുന്നില്ല. പുതുപ്പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, ഞാൻ പോയി പറഞ്ഞോളാം, കുഴപ്പമൊന്നുമില്ല. ഏതായിരുന്നാലും ആ കൊച്ചനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പുതുപ്പള്ളിയിൽ അച്ഛൻ പറയുകയാണ്. ഉടനെ കൊച്ചൈപ്പോരയെ വിളിക്കാൻ ആളെ വിട്ടു. കൊച്ചൈപ്പോര വന്നു. നിനക്ക് സുറിയാനി വല്ലും വായിക്കാൻ അറിയാമോ? അല്പസ്വല്പമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗാനമറിയാമോ? കുറേശ്ശെ പാടും. ഒരു ഗാനമൊന്ന് പാടിക്കാട്ടെ എന്ന് പുതുപ്പള്ളിയിൽ അച്ഛൻ പറയുകയാണ്. സുന്ദരമായൊരു ഗാനം ആലപിച്ചപ്പോൾ ഈ വന്യരായ വൈദികരുടെ മനസ്സ് നേരെ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള നിർവചനത്തിൽ വളരെ വ്യത്യാസമുണ്ടാകുകയാണ്. ഒരു ഗാനം പാടി പുതുപ്പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, രാഗത്തിൽ അടുത്ത നിറമൊന്ന് പാടാൻ പറഞ്ഞു. അതിമനോഹരമായി കുയിൽനാദത്തോടെ രണ്ടാമത്തെ ആ നിറത്തിലുള്ള രാഗവും സുറിയാനി ഭാഷയുടെ രാഗവും ഈ കൊച്ചു ബാലൻ അവിടെ പാടിക്കേൾപ്പിച്ചു. ഉടനെ തന്നെ പുതുപ്പള്ളിയിൽ അച്ഛൻ ചെയ്തത്, വാലിയാക്കാരനെ വിളിച്ച് കുറച്ച് പലഹാരം ഈ കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു. ഈ കുട്ടി അത് വാങ്ങി അല്പം ലജ്ജയോടെ ആണെങ്കിലും ഒന്ന് മാറി നിന്ന് അതൊക്കെ ഭക്ഷിച്ചു. അത് കഴിഞ്ഞ് പുതുപ്പള്ളിയിൽ അച്ഛൻ ചെല്ലക്കാരനെ വിളിച്ചുകൊണ്ട് തൻ്റെ കൈപ്പെട്ടിയിൽ നിന്ന് ഏതാനും വെള്ളി നാണയങ്ങൾ വാരിയെടുത്ത് ഈ ബാലന് സമ്മാനിക്കുകയാണ്. അപ്പോഴാണ് ബാലന്റെ തനിനിറം മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കൊച്ചു ബാലൻ പറഞ്ഞു, കൊച്ചൈപ്പോര എന്ന് പറയുന്ന പരിമരത്തിന് വേണ്ടി മറുപടി പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് പണത്തിന്റെ യാതൊരു ആവശ്യവുമില്ല, ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന്. 10 വയസ്സ് പ്രായമുള്ള ബാലനെ വെള്ളി നാണയങ്ങൾ പാട്ടുപാടി അതിനെ കൊടുക്കുമ്പോൾ പലഹാരം കൊടുത്തു, അത് തിന്നു. പക്ഷേ വെള്ളി നാണയം കൊടുത്തപ്പോൾ ആ ബാലൻ പറയുന്നത്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന്. അത് പരിഹാസത്തോടെ പറഞ്ഞതൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം കരിങ്ങാച്ചിറയിൽ തന്നെ ചെന്ന് ഈ 3 വല്യച്ഛന്മാരും ചെന്ന് ഈ ബാലനെ മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലീത്ത, അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. 1 പാട്ട് കേട്ടു, 2 പാട്ട് കേട്ടു. മലങ്കര മെത്രാപ്പോലീത്ത പറഞ്ഞു, ഇവനെ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും പട്ടം കൊടുത്തേ മതിയാകൂ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ വിധത്തിൽ ആ ബാലൻ വളരുകയാണ്, ഷമാശനായി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മൽപ്പാൻ ഗീവർഗീസ് മൽപ്പാന് മസൂരി രോഗം വരികയാണ്. ഗീവർഗീസ് മൽപ്പാൻ മുളന്തുരുത്തി പള്ളിമേളയിൽ ധാരാളം ഷമാശന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ ഗുരുകുല വിദ്യാഭ്യാസം, വൈദിക സെമിനാരി വിദ്യാഭ്യാസം അതായിരുന്നു. ഗീവർഗീസ് മൽപ്പാന് ബാധിച്ചിട്ടുള്ളത് നല്ല പനി, തലവേദന, നടുവേദന, ഓരോ കുരുക്കൾ. അത് കണ്ടപ്പോൾ മൽപ്പാന് കാര്യം മനസ്സിലായി, മസൂരി രോഗം വരുന്നു. മസൂരി രോഗം വന്നാൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. എല്ലാ ഷമ്മാശന്മാരെയും വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ കൊച്ചു ഷമ്മാശനോട്, ഐപ്പോര ഷമ്മാശനോട്, അദ്ദേഹത്തിന്റെ സ്വന്തം പേര് ഗീവർഗീസ് എന്നാണ്, മൽപ്പാനച്ചൻ പറഞ്ഞു, എടോ താനും വീട്ടിലോട്ട് പോയാട്ടെ. മാത്രമല്ല, മൽപ്പാനച്ചന്റെ ഒരു കാര്യക്കാരൻ വറീദ് എന്നൊരാളുണ്ടായിരുന്നു.
ആ വറീദാണ് മൽപ്പാനച്ചനെ ശുശ്രൂഷിക്കുന്നത്. വറീദിന് പണ്ട് മസൂരി രോഗം വന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ്. കൊച്ചി അമ്മാച്ചനോട് പറഞ്ഞു, മോനെ പൊയ്ക്കോ. അതിനും മറുപടി പറയുന്നുണ്ട്, എന്റെ കൊച്ചപ്പനെ എന്ത് തരം രോഗം വന്നാലും എനിക്ക് യാതൊരു പരാതിയുമില്ല. കൊച്ചപ്പനെ ശുശ്രൂഷിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും, ആർക്കും വിലക്കാൻ സാധ്യമല്ല. 8 ദിവസം കൊണ്ട് മൽപ്പാനച്ചനെ ശുശ്രൂഷിച്ചുകൊണ്ട് കൊച്ചൈപ്പോറ ചമ്മാച്ചൻ അഥവാ ഗീവർഗീസ് അമ്മാച്ചൻ അവിടെ പരിചരിച്ചു. 8ാം ദിവസമാകുമ്പോഴേക്കും മൽപ്പാൻ ഗീവർഗീസ് അന്തരിച്ചു. ഏതാണ്ട് സംസാരിക്കേണ്ട സമയം വന്നപ്പോൾ ഈ ചമ്മാച്ചനെ അനുഗ്രഹിച്ചു. സഭയ്ക്ക് വേണ്ടി തന്റെ നിയോഗത്തെക്കുറിച്ച് താൻ കരുതിക്കൊള്ളണം, സഭയുടെ വിശ്വാസ സത്യങ്ങൾ ഉൾക്കൊള്ളണം, ദൈവം തന്നെ അനുഗ്രഹിക്കും. 3-4 വാചകങ്ങൾ പമ്മിപ്പരുവി പറഞ്ഞു. പോകട്ടെ. അത് കഴിഞ്ഞ് ഗീവർഗീസ് മൽപ്പാന്റെ കബറടക്കം കഴിഞ്ഞു. 8ാം ദിവസം കൊച്ചി ചമ്മാച്ചന് ഇതാ പനി വരുന്നു. പനി, തലവേദന, നടുവേദന, കൊച്ചപ്പന്റെ അതേ രോഗം തന്നെ. മരുന്ന് കൊടുത്തു. 1 ദിവസം കൊടുത്തു, 2 ദിവസം കൊടുത്തു, 3 ദിവസം കൊടുത്തു. വറീദ് എന്ന് പറയുന്ന മൽപ്പാനത്തിന്റെ കാര്യസ്ഥൻ മാത്രമാണ് കൊച്ചി ചമ്മാച്ചനെ പരിചരിക്കുന്നത്. അങ്ങനെ പരിചരിച്ചപ്പോൾ 5 ദിവസം കൊടുത്തിട്ടും ഒന്നും ചമ്മാച്ചന്റെ രോഗം മാറുന്നില്ല. ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരികയാണ്. ഒരു ദിവസം വറീദ് ചേട്ടൻ ഒന്ന് മയങ്ങിപ്പോയപ്പോൾ കൊച്ചി ചമ്മാച്ചൻ കിടക്കുന്ന മുറിയിൽ നിന്ന് ഒരു സംഭാഷണം കേൾക്കുന്നുണ്ട്. ആ സംഭാഷണത്തിന്റെ രത്നച്ചുരുക്കവും ആ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അമ്മേ, ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം. വറീദ് ചേട്ടൻ കേട്ട അവസാനത്തെ വാചകം അതാണ്, അമ്മേ, ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം. വറീദ് ചേട്ടൻ തട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് കൊച്ചി ചമ്മാച്ചനെ ചെന്ന് നോക്കിയപ്പോൾ ആ മുഖത്ത് ഇന്നലത്തേക്കാൾ ഇന്ന് അല്പം നീര് കുറവുണ്ട്. പിന്നീട് 3-4 ദിവസം കൊണ്ട് കൊച്ചി ചമ്മാച്ചൻ വെള്ളം കുടിച്ചു, ആഹാരം കഴിച്ചു, വളരെ 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 ആരോഗ്യവാനായി സൗഖ്യം പ്രാപിച്ചു. അവിടെ പറയപ്പെടുന്നത് പരിശുദ്ധ ദൈവമാതാവ് കടന്നു വന്ന് കൊച്ചൈപ്പോര എന്ന് പറയുന്ന ബാലനെ സുഖപ്പെടുത്തി എന്നാണ് അതിലുള്ള വിവക്ഷ. അമ്മേ, ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ആ സംഭാഷണം മാത്രമേ മയക്കത്തിലിരുന്ന വറീദ് ചേട്ടൻ കേട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കാണും. നമ്മളൊക്കെ പരിശുദ്ധ പരിമല തിരുമേനി ഏറെ പുകഴ്ത്തുന്നവരാണ്. തിരുമേനിയിൽ നിന്ന് ഏറെ ആനുകൂല്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തിരുമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരാണ്. നല്ലത് നല്ലത് നല്ലത്. പക്ഷേ തിരുമേനിയുടെ ജീവിതത്തിന്റെ 10-ൽ 1 അംശമെങ്കിലും സ്വാംശീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ തിരുമേനിയുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം യാചിക്കുന്നവരായിത്തീരരുത് എന്നാണ് ഈ തരുണത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. പരിശുദ്ധ പരിമല തിരുമേനി കൊച്ചൈപ്പോര ഗീവർഗീസ് ചമ്മാച്ചൻ, പിന്നീട് ചമ്മാച്ചനായി, വൈദികനായി, അദ്ദേഹം മേൽപ്പട്ടക്കാരനായി ഊർസ്ലേമിലേക്ക് അദ്ദേഹം ആ പരിശുദ്ധ പിതാവ് 40 ദിവസം നോമ്പെടുത്ത് യാത്രയാകുന്നുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഊർസ്ലേമിലുള്ള യാത്രയെക്കുറിച്ചുള്ള വിവരണം പുസ്തക രൂപത്തിൽ അന്ന് ആദ്യത്തെ സഞ്ചാര സാഹിത്യം എഴുതപ്പെട്ടതാണെന്നാണ് സാഹിത്യകാരന്മാര്, പണ്ഡിതന്മാർ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഊർസ്ലേം യാത്ര കഴിഞ്ഞ് പരിശുദ്ധ പരിമല തിരുമേനി തിരിച്ചു വന്ന് ഒരു പ്രഭാഷണം പറയുന്നുണ്ട്. ആ പ്രഭാഷണത്തിലെ 2-3 കാര്യങ്ങൾ ഞാനൊന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദീർഘമായി പ്രസംഗിക്കുവാൻ സമയം അനുവദിക്കുന്നില്ല. പരിശുദ്ധ പരിമല തിരുമേനി പറഞ്ഞു, കർത്താവിന്റെ കബറിടവും കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ സ്ഥലവും കർത്താവിന്റെ ഗിരിപ്രഭാഷണം നടത്തിയ പർവ്വതങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിനെ കണ്ടതുപോലെയുള്ള ഒരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായി. പോരാ, എനിക്ക് ദൈവത്തോടുള്ള ഭക്തി 10 മടങ്ങ് വർദ്ധിച്ചു. പോരാ, ഞാൻ പാപിയാണെന്നുള്ള ബോധ്യവും വർദ്ധിച്ചു. പോരാ, എൻ്റെ മനസ്സിലെ അനുതാപത്തിന്റെ ചിന്തയും ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. നമ്മളൊക്കെ എല്ലാവരും ഇപ്പോഴ് യെരുശലേമിൽ പോകുന്നവരാണ്. പോയി കഴിഞ്ഞിട്ട് പാപബോധം വർദ്ധിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പോയിട്ടുള്ളവരൊക്കെ പുസ്തകം എഴുതിയിട്ട് പലതും നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നവരെ ഡിസ്കറേജ് ചെയ്യുന്നില്ല.
പോകണം നല്ലത്, ഒരുക്കത്തോടെ പോകണമെന്ന് മാത്രമേ ആ കാരണത്തിൽ എനിക്ക് പറയാനുള്ളൂ. തിരുമേനിയുടെ പ്രസംഗത്തിലെ ആദ്യത്തെ ആശയം ഇതാണ്: ദൈവഭക്തി വർദ്ധിച്ചു, കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ നേരിൽ കണ്ടതുപോലെ എനിക്ക് തോന്നി, എൻ്റെ പാപബോധം വർദ്ധിച്ചു, എൻ്റെ അനുതാപവും വർദ്ധിച്ചു. രണ്ടാമത് കൊച്ചു തിരുമേനി ആ പ്രസംഗത്തിൽ ഓർപ്പിച്ചത്, നിങ്ങൾ താഴ്ന്ന ജാതി എന്ന് പറയുന്നത് പണം കൊണ്ട്, അറിവ് കൊണ്ട്, സംസ്കാരം കൊണ്ടൊക്കെ താഴെ തട്ടിൽ നിൽക്കുന്നവരെ ഉയർത്തിക്കൊള്ളണം. അതിന് നിങ്ങൾ വേണ്ടിയത് പള്ളിക്കൂടം സ്ഥാപിക്കണം, പള്ളിയോടൊപ്പം പള്ളിക്കൂടവും സ്ഥാപിക്കണം, വിദ്യാവെളിച്ചം കൊടുക്കണം. എങ്കിൽ മാത്രമേ താഴെ തട്ടിലുള്ള സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ പരിമല തിരുമേനിയും അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത പുലിക്കോട്ട് തിരുമേനിയും ഒരുമിച്ച് ഏകദേശം 250-200 കൂടുതൽ സ്കൂളുകൾ സ്ഥാപിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇപ്പോഴും നമുക്ക് ആകെ 10-75 സ്കൂൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, രണ്ടാമത് ആ വന്യ തിരുമേനി നമ്മളോട് പറഞ്ഞത്, താഴെ തട്ടിലുള്ളവരെ നിങ്ങൾ ഉയർത്തുവാൻ പള്ളിക്കാർ ശ്രദ്ധിക്കണം, വിദ്യാ വെളിച്ചം കൊടുക്കുവാൻ തക്കവണ്ണം പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കണം. മൂന്നാമതൊരു ആശയം അതിൽ പറയുന്നുണ്ട്. പ്രാർത്ഥനയെ കുറിച്ചുള്ള പരിശുദ്ധ പരിമല തിരുമേനിയുടെ നിർവചനമാണ്. പരിശുദ്ധ പരിമല തിരുമേനി പറഞ്ഞു, നമ്മുടെ ജീവിതം ദൈവത്തിലൂടെ നിലനിർത്തണമെങ്കിൽ പ്രാർത്ഥന അത്യാവശ്യമാണ്. ഒരു കെട്ടിടം പണിതാൽ പോരാ, കെട്ടിടം മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെ വർഷാവർഷം പെയിന്റ് അടിക്കണം, അതിനെ വൈറ്റ് വാഷ് ചെയ്യണം, അതിൻ്റെ എവിടെയെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യണം. അങ്ങനെ ആ കെട്ടിടത്തെ കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ കൊല്ലങ്ങൾ കഴിയുമ്പോൾ കെട്ടിടം ഇല്ലാതാകും എന്ന് പറയുന്നത് പോലെ മനുഷ്യജീവിതം ആധ്യാത്മികമായി വളർന്ന് വികസിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധ പരിമല തിരുമേനി 1-2 നിർവചനങ്ങൾ പറഞ്ഞു. പ്രാർത്ഥന ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു. പ്രാർത്ഥന ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു. മറ്റൊരു നിർവചനം പരിശുദ്ധ പരിമല തിരുമേനി പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. ദൈവത്തോട് നമ്മെ ചേർത്ത് വയ്ക്കുന്ന പൊന്നിൻ ചങ്ങലയത്രേ പ്രാർത്ഥന. ദൈവത്തോട് നമ്മെ ചേർത്ത് ബന്ധിപ്പിക്കുന്ന പൊന്നിൻ ചങ്ങലയത്രേ പ്രാർത്ഥന. അതും പരിശുദ്ധ പരിമല തിരുമേനിയുടെ മറ്റൊരു നിർവചനമാണ്. ആ പുസ്തക ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നു, പരിശുദ്ധ പരിമല തിരുമേനി മലങ്കരയുടെ കാവൽ മാലാഖയാണ്. പരിശുദ്ധ പരിമല തിരുമേനി മലങ്കരയുടെ കാവൽ മാലാഖയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എത്ര പറഞ്ഞാലും ഒന്നും അധികവുമല്ല. ഇന്നിൻ്റെ ആവശ്യം എന്താണ്? പരിശുദ്ധ പരിമല തിരുമേനി ഇന്ന് നമ്മോട് എന്താണ് സംസാരിക്കുന്നത് എന്നും കൂടെ ഏതാനും വാക്കുകളിലൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു കൊള്ളാം. നമ്മോട് ചില കാര്യങ്ങൾ പരിശുദ്ധ പരിമല തിരുമേനി പറയുന്നുണ്ട്. നാം പറയുന്നത് തിരുമേനി കേൾക്കുന്നത് പോലെ തന്നെ തിരുമേനിക്ക് നമ്മോടും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മോട് സംസാരിക്കുന്നത് 2-3 കാര്യമാണെന്നാണ് എൻ്റെ സങ്കല്പം. ഒന്ന്, ലോകം എങ്ങനെ ആയിരുന്നാലും നിങ്ങൾ ഓരോരുത്തരും നിർമ്മല ജീവിതം നയിക്കുന്നവരാകണം, പ്രാർത്ഥനയുള്ളവരാകണം, ഉപവസിക്കുന്നവരാകണം, നോമ്പനുഷ്ഠിക്കുന്നവരാകണം. നിർമ്മല ജീവിതത്തിന്റെ ഉടമകളായി നിങ്ങൾ ജീവിച്ചു കൊള്ളണമെന്ന് പരിശുദ്ധ പരിമല തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഷ്ടതകൾ വരുമ്പോൾ പതറരുത്, മസൂരി രോഗം വരുമ്പോൾ തകരരുത്, പ്രതിസന്ധികൾ വരുമ്പോൾ തളരരുത്, നിർമ്മല ജീവിതം നയിക്കണം. അതാണ് പരിശുദ്ധ പരിമല തിരുമേനി ആദ്യമായിട്ട് നമ്മോട് പറയുന്നത്. രണ്ടാമതായിട്ട് ആ പരിശുദ്ധ പിതാവ് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും അമ്മ പരിശുദ്ധ സഭയാണ്. ആ അമ്മയെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും നമ്മൾ ഒട്ടും മടി കാണിക്കരുത്. സഭയുടെ സഭാഗാത്രത്തിന്റെ പരിരക്ഷയിൽ നാം പങ്കുകാരാകണം. പ്രിയമുള്ളവരെ, പലപ്പോഴും കേൾക്കുന്നൊരു വാക്കുണ്ട്, സഭ എനിക്ക് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ഒത്തിരി വാചകങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. സഭ എനിക്ക് എന്ത് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സഭയെ സ്നേഹിക്കുകയും സഭയുടെ അതിൻ്റെ വളർച്ചയിൽ നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പങ്ക് പല വിധത്തിൽ നൽകണം. പ്രഥമമായി വേണ്ടിയിരിക്കുന്നത് നിർമ്മല ജീവിതം തന്നെയാണ്.
സഭയെ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസ കാര്യങ്ങളിലെ അണുവിട വ്യതിചലിക്കാതെ നാം ജീവിച്ചു കൊള്ളണം. അതുപോലെ തന്നെ സഭയുടെ അസ്തിത്വത്തിന് തകർച്ചയുണ്ടാകാൻ ഇടയാകരുത്. അതുപോലെ തന്നെ വിശ്വാസികളുടെ ചോർച്ച ഇന്ന് ഒരു വലിയ പ്രതിസന്ധിയാണ്. വിശ്വാസികൾ പലപ്പോഴും എളുപ്പമുള്ള വഴിയിലൂടെ സഞ്ചരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ പരിശുദ്ധ പരിമല തിരുമേനി ഇന്ന് നമ്മോട് ആജ്ഞാപിക്കുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. നവംബർ മാസം 25-ാം തീയതി എറണാകുളം മറൈൻ ഡ്രൈവിൽ നമ്മുടെ വിശ്വാസികളുടെ സംഗമം കൂടുന്നത് എന്തിനാണ്? ഈ സഭയുടെ അസ്തിത്വം, ഈ സഭയുടെ വ്യക്തിത്വം നിലനിർത്തത്തക്കവണ്ണം നാം ഉച്ചൈസ്തരം അവിടെ സംഗമിച്ച് നമ്മുടെ സാക്ഷ്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മട്ടാഞ്ചേരിയിൽ നമ്മുടെ പൂർവികന്മാർ കൂനങ്കുരി സത്യം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടി ചെയ്തു? ഞങ്ങളും ഞങ്ങളുടെ അനന്തര തലമുറയും ഈ വിശ്വാസം കാത്തുപാലിക്കും. ഞങ്ങൾ വിദേശ ആധിപത്യത്തിന് ഒരിക്കലും അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന് ഏകദേശം 300 ചില്ലുവാനും വർഷങ്ങൾക്ക് മുൻപ് മട്ടാഞ്ചേരിയിൽ നമ്മുടെ പൂർവികന്മാർ വിളിച്ചു പറഞ്ഞതുപോലെ നവംബർ 25-ാം തീയതി മറൈൻ ഡ്രൈവിലുള്ള നമ്മുടെ സംഗമം എന്ന് പറയുന്നത് ഈ സഭയുടെ അസ്തിത്വത്തിന് വേണ്ടി, ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു സംഗമമാണ്. അവിടെ വഴക്ക് കൂടാനല്ല, അനീതി ചെയ്യാനല്ല, അക്രമം കാണിക്കാനല്ല. അപ്പോഴ് സഭാമാതാവിനെ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് പരിശുദ്ധ പരിമല തിരുമേനി നമ്മോട് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമതായി പരിശുദ്ധ പരിമല തിരുമേനി പറയുന്നത് ഇന്നിന്റെ ആവശ്യം എന്താണ്? ഈ സമൂഹത്തിൽ നമ്മുടെ സാക്ഷ്യം എന്താണ്? ഈ സമൂഹത്തിൽ പരിശുദ്ധ സഭയ്ക്ക് ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്വം എന്താണ്? നാം പത്രം വായിക്കുന്നവരാണ്, ചാനൽ വാർത്തകൾ കേൾക്കുന്നവരാണ്. പരിസ്ഥിതി മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രകൃതി നമ്മോട് പകരം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാലിന്യം കൊണ്ട് നമുക്ക് നടക്കുവാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നു. മദ്യം കൊണ്ട് രാജ്യം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സഭയുടെ സാക്ഷ്യം എന്താണ്? ഇതിനെല്ലാം മറുമരുന്നിനെ അല്ലെങ്കിൽ അഥവാ ഉത്തരം പറയുവാനുള്ള ഉത്തരവാദിത്വവും പരിശുദ്ധ സഭയ്ക്ക് ഉണ്ട് എന്ന് നാം ഒരിക്കലും മറക്കാൻ പാടില്ല. കുടുംബത്തിന്റെ തകർച്ച ആധുനിക കാലഘട്ടത്തിലെ വലിയ വെല്ലുവിളിയാണ്. പരിസ്ഥിതിയുടെ നാശം, മലിനീകരണം, അഴിമതി, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റും കൊടികുത്തി വാഴുകയാണ്. അവിടെയൊക്കെ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃക നമുക്ക് നൽകുവാനുള്ള വലിയ വലിയ ഉത്തരവാദിത്വമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. 110 വർഷങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആ പരിശുദ്ധ പിതാവിനോട് നമ്മുടെ സങ്കടം ഉണർത്തിക്കാം. അത് നമുക്ക് വ്യക്തിപരമായ ലാഭം മാത്രമല്ല, പരിശുദ്ധ സഭയുടെ ഉയർച്ച, വളർച്ച, വികസനം, അതിന്റെ നിലനിൽപ്പ്, അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന് കോട്ടം തട്ടാത്ത ഒരു നിലപാട്, ഇതൊക്കെയും പ്രവർത്തിക്കുവാൻ, ഇതിനൊക്കെയും നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത നമുക്കേവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ സംഭരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.